ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ട് പോകണം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടാലോ. ഇന്ന് നമ്മളെ ഉമ്മയും ഉപ്പയൊന്നും ഇവിടെ ഇല്ലാത്തൊരു ദിവസമാണ്. 2-3 ദിവസമായിട്ട് ഒരു ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പാക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിനി. അപ്പോൾ അതുപോലെ ഇപ്പാക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് 4 ദിവസം പോയി കിടക്കണം. അങ്ങനെ പോയി അഡ്മിറ്റ് ആയതാണ്. ശ്വാസം മുട്ടലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് അഡ്മിറ്റ് ചെയ്യാനുള്ള ഇതൊന്നുമില്ല. പക്ഷേ ഇപ്പാക്ക് പ്രായമായപ്പോൾ അങ്ങനെയൊക്കെ ഒരു തോന്നലാണ്. അങ്ങനെ ഒരു ഇവിടെ ഇല്ലാത്തൊരു ദിവസമാണ്. പിന്നെന്ന് മക്കൾക്ക് സ്കൂളും ഇല്ല, ഞായറാഴ്ച കേട്ടോ. ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. പിന്നെ നീച്ചാനൊക്കെ ഒന്ന് വൈകി. സ്കൂളില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനമാണല്ലോ. അങ്ങനെ ഞാൻ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ചോറും കറി ഉണ്ടാക്കണേ തിരക്കില്ല. ഇന്നിപ്പോൾ എന്താ ഉച്ചക്ക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇന്ന് പരിപ്പ് താളിക്കാനുണ്ട് കാക്കും. നമ്മൾ ഇടയ്ക്ക് കുറേ ഇരിക്കണം പരിപ്പ് താളിച്ചിട്ട്. ഇപ്പോൾ കാക്കുവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറും പരിപ്പിട്ടുങ്ങാണ്ട് പച്ചമുളക് ഇട്ടിട്ടില്ല, വെറും പരിപ്പ് വേവിക്കും ഉപ്പിട്ടുകാണ്ട് 2-3 വിസിലടിച്ചതിന് ശേഷം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് ഒന്ന് താളിക്കുക. അതാണ്, അത്രേ ഉള്ളൂ കേട്ടോ. പരിപ്പ് താളിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അത് മക്കൾക്ക് ഫ്രൈ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഉണക്കമീനും പൊരിക്കണം ഞങ്ങൾക്ക്. പിന്നെ വഴുതനങ്ങി തോരൻ വെക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഉച്ചക്കത്തെ സ്പെഷ്യൽ. തുണികളൊക്കെ ഞാൻ തിരുമ്പി വെച്ചിട്ടോ ചോറും കറി ഉണ്ടാക്കണ മുമ്പ് തന്നെ. അപ്പോൾ അത് മഴ പെയ്യോ കരുതിങ്ങാണ്ട് ഇങ്ങനെ വെച്ചിക്കിന് ബക്കറ്റിൽ. ഇപ്പം ഞാനത് മുകളിൽ കൊണ്ടുപോയിങ്ങാണ്ട് തോരയിടുകയാണ്. മുകളിൽ നമുക്ക് സൗകര്യം ടൈലിട്ടിട്ടുള്ള ബാക്കി പണികൾ ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആരും കിടക്കണമെന്നില്ല. അപ്പോൾ തൽക്കാലം ഞങ്ങൾ അവിടെ തുണികളൊക്കെ ചിക്കാൻ വേണ്ടി 2-3 അയലൊക്കെ കെട്ടിയിരുന്നു. അങ്ങനെ അതൊക്കെ ചിക്കി ഞങ്ങൾ ഫുഡ് കഴിക്കലും എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഞാൻ 4 മണിക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കണമല്ലോ ചായക്ക്. അപ്പോൾ ഞാൻ 2-3 കലുത്തപ്പം ചൂടുകയാണ്.